IS സ്ലീപ്പർ സെല്ലുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചിരിക്കുകയാണ് ATS. കസ്റ്റഡിയിലെടുത്ത സെയ്ദ് മുഹമ്മദ് ആദിലിന്റെ ദുരൂഹ ബന്ധങ്ങളിൽ അന്വേഷണം വ്യാപിപ്പിച്ചു. ഭീകരവാദ ബന്ധങ്ങൾ സംബന്ധിച്ച ചോദ്യം ചെയ്യലിൽ പല വിവരങ്ങളും ആദിൽ മറച്ചുവെക്കുകയാണ്. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, ഈ ആദിലിനെ ചോദ്യം ചെയ്യുന്നത് എത്രത്തോളം നിർണായകമാണ്? ഈ IS സ്ലീപ്പർ സെല്ലുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എത്രയും പെട്ടെന്ന് ലഭ്യമാകേണ്ടതുണ്ട്. അതനുസരിച്ചിട്ട് വേണം പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ. എന്തുകൊണ്ടാണ് ഈ സെയ്ദ് മുഹമ്മദ് ആദിൽ അന്വേഷണ സംഘത്തോട് സഹകരിക്കാത്തത്? അശ്വതി, ഈ IS ബന്ധം സംശയിച്ചുകൊണ്ടാണ് ഈ സെയ്ദ് മുഹമ്മദ് ആദിലിനെ ബുധനാഴ്ച ATS കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ ചോദ്യം ചെയ്യുകയാണ്. ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി നൽകാനായി സെയ്ദ് മുഹമ്മദ് തയ്യാറായില്ല എന്നാണ് ATSൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ ആദിലിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ രാജ്യാന്തര ഭീകര സംഘടനകൾക്കായി പ്രവർത്തിച്ചവരെ കേന്ദ്രീകരിച്ചായിരുന്നു ATSന്റെ അന്വേഷണം മുന്നോട്ട് പോയിരുന്നത്. ആ സമയത്താണ് ഇത്തരത്തിൽ IS ബന്ധം സംശയിച്ചുകൊണ്ട് സെയ്ദ് മുഹമ്മദിനെ കഴിഞ്ഞ ബുധനാഴ്ച ATS കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. യുവാക്കളെ ഭീകര ഗ്രൂപ്പിലേക്ക് ആകർഷിക്കാൻ ആദിൽ ശ്രമിച്ചിരുന്നു എന്നാണ് ലഭിച്ചിരുന്ന വിവരം. ഇത് സ്ഥിരീകരിക്കുന്ന തെളിവുകളും ATSന് ലഭിച്ചിരുന്നു. ഈ ATSന്റെ തുടർച്ചയായ ചോദ്യം ചെയ്യലിനോടുമൊക്കെ തന്നെ ഈ സെയ്ദ് മുഹമ്മദ് നിസ്സഹകരിക്കുകയാണ് ഉണ്ടായത്. കൂടുതൽ തെളിവുകൾ ലഭിച്ച ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി സിറിയ അടക്കമുള്ള രാജ്യങ്ങൾ ആദിൽ സന്ദർശിച്ചിട്ടുണ്ടോ എന്നും സംശയിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ വിശദമായി തന്നെ ATS സംഘം ചോദ്യം ചെയ്യുകയാണ്. സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള ഭീകരവാദ പ്രവർത്തനത്തിന് സൈബർ സെല്ല് നേരത്തെ ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഒപ്പം തന്നെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു ആദിൽ. ഈ നിരീക്ഷണത്തിനൊക്കെ ഒടുവിലാണ് ഇയാളെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. എന്തായാലും തന്നെയാണ് IS സ്ലീപ്പർ സെല്ലുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ആരായുകയാണ് ATS. എന്നാൽ ഈ ആദിലിന്റെ ദുരൂഹ ബന്ധത്തിൽ ഇപ്പോഴും ചില കാര്യങ്ങളിൽ വ്യക്തതയില്ല. അതായത് ഇദ്ദേഹം ഈ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല. എന്തായാലും വരും മണിക്കൂറുകളിലൊക്കെ കൂടുതൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. നിഷ ദിലീപാണ് വിവരങ്ങൾ പങ്കുവച്ചത്.